പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നും ചെടി വിശേഷമാണ് കേട്ടോ. ഇന്നും ഇപ്പോൾ നമ്മൾ ചെടീനെ പറ്റിയിട്ടുള്ള വീഡിയോകളാണല്ലോ ഇടുന്നത്. അപ്പോൾ ഇന്നും ചെടികളെ വിശേഷങ്ങൾ തന്നെ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ തുടക്കത്തിൽ തന്നെ നിങ്ങളാണ് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. പിന്നെ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് തുടക്കത്തിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ നമ്മൾ ബോഗൺവില്ലേൻ്റെ അടുത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ബോഗൺവില്ല പിന്നെ എല്ലാം പൂവിട്ടിട്ടുണ്ട്. അങ്ങനെ എല്ലാ ചെടികളും ഇപ്പോൾ നമ്മൾ ഈ വളം ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഒക്കെ നല്ല രീതിയിൽ തന്നെയാണ് ഇത് പിന്നെ പൂവിടുന്നത് കേട്ടോ. അപ്പോൾ തുടർന്ന് നിങ്ങളെ സപ്പോർട്ട് ആവണം കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സൗണ്ട് ശരിയല്ല, സൗണ്ട് പിന്നെ ജലദോഷം പിടിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ശംഖുപുഷ്പത്തിൻ്റെ ഒരു ശംഖുപുഷ്പമല്ല, അത് കളറും അതേ രൂപമൊക്കെ ഉള്ളൊരു പൂവ് ഇവിടെ വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പേരറിയില്ല. ഇതാണ് ഇതിൻ്റെ ചെടി. ഇത് നമ്മൾ കമ്പ് കുത്തി നട്ടാലും ഇത് ഉണ്ടാവും കേട്ടോ. പിന്നെ ഈ ചെടീൻ്റെ പിന്നെ ഇത് നല്ല പൂവായിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾക്ക് വെള്ള ബോഗൺവില്ലയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. വെള്ള കളറ് ഇതൊന്ന് പൂവ് തീർന്നതാണ്. ഇതിൻ്റെ അടുത്ത് മറ്റേ ഇതൊക്കെ ഉണ്ട്. എന്നാലും ഇത് വെള്ള പൂവ് തീർന്ന് വീണ്ടും പിന്നെ പൂക്കൾ ഉണ്ടാവണുണ്ട് കേട്ടത്. പിന്നെ ഈ റോസ് ഇപ്പോൾ അടുത്ത് നട്ടിട്ടുള്ളൂ, ഒരു മാസമായിട്ടുള്ളൂ. അപ്പോൾ തന്നെ അതിന് പൂവ് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് കണ്ടോ, ഇതൊരു പിന്നെ ബോഗൺവില്ല. വേറെ ഇതിൻ്റെ പ്രത്യേകത പറഞ്ഞാൽ ഇതിൻ്റെ ഈ മുകൾ ഭാഗത്താണ് പൂവുണ്ടാകുക കേട്ടോ. അങ്ങനെ ആ തേപ്പ് വരുന്ന ഇതിൻ്റെ സൈഡിലൊക്കെ ഇങ്ങനെ പൂവിട്ട് നമ്മളൊരു പൂവിൻ്റെ ഒരു കൊള്ളി ഒരു പിന്നെ വടി ഇങ്ങനെ വെച്ചാൽ മതിയാകും. പൂവുമ്പോൾ ഇങ്ങനെ കോർത്തിട്ട മാതിരിയാവും അത് അതിൻ്റെ ഇതുണ്ടാവണത്. ഭാഗത്ത് പിന്നെ 10 മണി മുല്ല പൂവിട്ടുണ്ട് കേട്ടോ. 10 മണി മുല്ലമ്മ നിറച്ച് പിന്നെ ഈ പിന്നെ അത് കണ്ടില്ലേ, തേനീച്ചകൾ വന്നിട്ട് പിന്നെ തേൻ കുടിക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മളെന്നും കാണിക്കണം കേട്ടോ. കണ്ടാൽ കാണിക്കാതിരിക്കാൻ പറ്റില്ല. ഇതിന്മേ നിറയെ പൂക്കൾ ഇങ്ങനെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്നും ഒന്ന് രാവിലെ ഒന്ന് വന്ന് നോക്കും. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ കണ്ടാലറിയാം ഇന്നിപ്പോൾ എത്ര പൂവുണ്ടാവും. നാളെ നമുക്ക് എത്ര പൂവുണ്ടാകും നമുക്കിത് എണ്ണീട്ടുണ്ടെങ്കിൽ അറിയാം. അപ്പോൾ ഇന്നിപ്പോൾ ഒരു 7 പൂവ്, 7 മാക്സിമം 7 പൂവാണ് ഇതുവരെ വന്നിട്ടുള്ളത് കേട്ടോ. നാളെ ചിലപ്പോൾ ഒരു 10 ഉണ്ടാവാൻ സാധ്യത ഉണ്ട്. ഇത് കണ്ട ഈ ചെടി, ഇത് ഈ കുളത്തിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ. നമ്മൾ പിന്നെ ഒന്ന് കട്ട് ചെയ്തിട്ട് പുതിയതായിട്ട് ഉണ്ടായി വരികയാണ്. ഇതിവിടെ ഒരു പനയാണ് കേട്ടത്. ഈ പനേൻ്റെ അതിൽ തൈ ഇപ്പോൾ അടിയിൽ നിന്ന് ഉണ്ടാവുന്നുണ്ട്. ഇതിങ്ങനെ നല്ലൊരു ഭംഗിയാണിത്. ഇതിൻ്റെ ഈ ഇലകൾ പുതിയ പഴയ ഇലകളൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ടുണ്ട്. ഇതിന്മേൽ ഇങ്ങനെ പൂവുണ്ടാകുന്നതിനനുസരിച്ച് അത് ഇങ്ങനെ ചാടിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. വേണ്ടിയില്ല, നിലത്ത് നിറയെ പൂക്കളാണിത്. ഇവിടെയൊക്കെ പൂക്കൾ നിറയെ ഉണ്ടായിട്ടുണ്ട്. ഇത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ ഇത് കാണാൻ. നമ്മളിതിങ്ങനെ വെട്ടി കൊടുത്ത് കറക്റ്റാക്കി പിന്നെ വെക്കുമ്പോഴാണ് നമുക്ക് വീണ്ടും പൂക്കൾ ഇതിന്മേൽ ഉണ്ടാവുന്നത്. കണ്ടില്ലേ, നമ്മളെ കട്ടക്ക് പൂവുണ്ടാവുന്നുണ്ട് കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ്. ഇതിൻ്റെ 2 കളറാണ് ഇവിടെ ഉള്ളത് കേട്ടോ. മഴയത്ത് കുറച്ച് പ്രശ്നങ്ങളൊക്കെ പറ്റിയെങ്കിലും ഇത് നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. ഈ ചെടി ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിൻ്റെ മുള്ള് തറച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കുട്ടികളൊന്നും വരാത്ത സൈഡിലാണ് ഇത് വെച്ചിട്ടുള്ളത്. പിന്നെ ഇതൊരു മാസം മാറി ഇങ്ങനെ നല്ല ഒരുപാട് വലുതായിട്ടുണ്ട് കേട്ടോ. അത് ഇങ്ങനെ ഒരു പൂവുണ്ടായിട്ടുണ്ട്. ഈ പൂവുണ്ടായ പിന്നെ ഈ ചെടി പിന്നെ അങ്ങനെ വളരില്ല എന്നാണ് തോന്നുന്നത്. ഇത് കണ്ടോ, ഇത് പിന്നെ നല്ല പിന്നെ പൂവുണ്ടാവും. ഇത് ഒരുപാട് ഇതായിട്ട് ഇത് എന്നും ഇങ്ങനെ പൂവുണ്ടാവുന്നുണ്ട്. പിന്നെ നമ്മളെ ഗ്രൗണ്ട് ഓർക്കിഡ് എല്ലാം പൂവിട്ടിട്ടുണ്ട്. നമ്മളെ ആന്തൂറിയം അതുപോലെ തന്നെ ആന്തൂറിയൊക്കെ പിന്നെ പൂവിങ്ങനെ വരാനായിട്ടോ. നമ്മളത് പറ്റ നശിച്ച് പോയി എന്ന് കരുതിയതാണ്. ഇപ്പോൾ വീണ്ടും നന്നായിട്ട് അത് പിന്നെ പൂവിടാൻ തുടങ്ങുന്നുണ്ട്. ഈ ഭാഗത്ത് നന്നായിട്ട് ചട്ടികൾ നിരത്തി വെച്ചേക്കാണ് കേട്ടോ. പിന്നെ ഇത് ഇങ്ങനെ ഇതിൻ്റെ പേരറിയില്ല, എന്നാലും കാണാൻ നല്ല ഭംഗിയാണ്. എന്നിട്ട് നമ്മളിതിൻ്റെ ചെറിയ പിന്നെ അത് കുഴിച്ചിട്ടാണ് മതി കേട്ടോ. ഇതിന് നല്ല വെയിൽ കൊള്ളണം, എന്നാലും ഇതിൻ്റെ കളർ ഇങ്ങനെ ചേഞ്ച് ആവുള്ളൂ കേട്ടോ. ഇതിന്
ഇല ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ആ കളർ ഇങ്ങനെ ആകുമ്പോഴാണ് അതിൻ്റെ ഭംഗി കിട്ടുന്നത്. ഇത് പിന്നെ എല്ലാവർക്കും അറിയണം, എല്ലാ വീടുകളിലും ഇതുണ്ട്. നല്ല വളർച്ചയുള്ള ഒരു ചെടിയാണിത്. അങ്ങനെ തൂങ്ങണില്ല കേട്ടോ. അങ്ങനെ കുറച്ചുകൂടി വലുതായ ഇങ്ങനെ തൂങ്ങി ഇങ്ങനെ വരും. പിന്നെ ഇത് സ്പൈഡർ പ്ലാന്റ് ആണ് കേട്ടോ. അതൊക്കെ നമ്മൾ തൂക്കിയാട്ടിയിലാണ് ഇത് വെച്ചിട്ടുണ്ട്. തൂക്കിയാട്ടി ഇത് സിമെൻറ്റിൻ്റെ ചട്ടി ഉണ്ട്, പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ഉണ്ട് കേട്ടോ. സിമെൻ്റ് അല്ല, പിന്നെ മണ്ണിൻ്റെ ചട്ടി. ഇത് കണ്ടോ, നല്ല തൂങ്ങിയിട്ട് ഇങ്ങനെ പൂവൊന്നും ഉണ്ടാവില്ല കേട്ടോ. അത് ഒരു മുടി പോലെ അതിങ്ങനെ പിന്നെ ഇത് നമുക്ക് ഇതിൻ്റെ കമ്പ് ഇതിങ്ങനെ ഇവിടെ മുറിച്ചിട്ട് നട്ടാൽ പെട്ടെന്ന് വളരുന്ന ഒരു ചെടിയാണ് കേട്ടോ. ഇത് കണ്ടോ, ഇതിന് നമ്മളടുത്ത് ഒരു 2-3 കളർ ഇതുണ്ട് കേട്ടോ. ഒരു നല്ല ഭംഗിയാണ്. ഇതിങ്ങനെ തൂങ്ങി ഇങ്ങനെ ഇതും തന്നെ തൂങ്ങി നമ്മൾ തൂങ്ങി പിന്നെ വളരുന്നതൊക്കെ നമുക്ക് ചട്ടിയിൽ പിന്നെ വെക്കാമല്ലോ, തൂക്കിയാട്ടിയിൽ. ഇത് കണ്ടില്ല, അതൊക്കെ നമ്മൾ ഇനി ഇങ്ങനെ ഇതിൻ്റെ ഈ മുകളിൽ നിന്ന് ഈ വളർച്ച കുറയുമ്പോൾ നമ്മളിതിവിടെ കട്ട് ചെയ്തിട്ട് അതിൽ ഒന്നുകൂടി ചട്ടിയിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് മണ്ണ് ഇട്ട് കൊടുത്താൽ അത് നല്ല ഉഷാറായിട്ട് വളരും കേട്ടോ. പിന്നെ അത് പിന്നെ എന്താ ഇതിൻ്റെ ഏരിയ വിട്ടു, നല്ല ഉഷാറായിട്ടുണ്ടാകുന്നുണ്ട്. ലക്കി പ്ലാന്റ് എന്താണെന്ന് തോന്നുന്നു, മറന്നുപോയി, അത് കിട്ടണില്ല, ഓർമ്മ കിട്ടില്ല എനിക്ക്. പറയുന്നത് ഇത് പിന്നെ ബട്ടർഫ്ലൈ ആണ് കേട്ടത്. ബട്ടർഫ്ലൈ ഇതിൻ്റെ 2 കളറുണ്ട് നമ്മളെടുത്ത്. പച്ച ഉണ്ടായിരുന്നു, അത് പോയി, നശിച്ചു പോയി. ഇത് കണ്ടില്ലേ, ഇത് പിന്നെ ഇത് നല്ലൊരു ഭംഗിയാണ് കേട്ടോ. അത് ഇങ്ങനെ പൂവില്ലെങ്കിൽ നമുക്ക് നല്ല ഭംഗിയാണ്. പൂവ് പിന്നെ ഉണ്ട്, ഇത് കണ്ടില്ലേ, ഈ സൈഡിൽ കാണുന്നതിൻ്റെ പൂവുണ്ടായിട്ടുണ്ട്, നല്ലൊരു റോസ് കളറ് ആണ്. പിന്നെ അത് മറ്റേ നമ്മളൊരു കണ്ടില്ലേ, നേരത്തെ കാണിച്ചില്ല, അതിൻ്റെ ഒരു കളർ ചേഞ്ചാണ്. ഇത് കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യാന്നോ, ഇത് ഇത്ര കണ്ട് ഒരുപാട് താന്നില്ല. അപ്പോൾ നമ്മളിത് ഒന്നിങ്ങനെ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വെക്കുക. ഇങ്ങനെ വെക്കുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ ചട്ടിയിൽ അത് വേറെ ഇറങ്ങിയിട്ട് ഇങ്ങനെ തിക്കായിട്ട് പിന്നെ ഉണ്ടാവും. ഇത് കണ്ടില്ലേ, പിന്നെ ബട്ടർഫ്ലൈ ഇത് വേറൊരു പിന്നെ കളറാണ് കേട്ടത്. നമ്മളോട് തന്നെ ഉണ്ടായതാണ്, അത് നമ്മൾ വേറെ കൊടുന്നതല്ല, മറ്റേന്ന് അങ്ങനെ ഒരു കളർ ചേഞ്ച് ആയിട്ടുണ്ടായതാണ്. പിന്നെ ഇതിങ്ങനെ ഒരു ചെടിയാണ്. ഇതിൻ്റെ വളർച്ച എപ്പോഴും പിന്നെ ഇത് ചുമരുള്ള ഭാഗത്ത് കണ്ടോ. പിന്നെ ഇതിന്മേൽ ഒരു പൂവ് ഉണ്ടാവുന്നുണ്ട് കേട്ടോ, വേണ്ടിയില്ലേ, ഇതിൻ്റെ പൂവ് ഇതാണ്. പിന്നെ എന്താണ് പറയുക, ഒരു ഒരു പയറ് പോലെ ഒരു മേലോട്ടാണ് ഇത് വളരുന്നത്. ഇത് എങ്ങനെയാണ് ഇനി അതിൻ്റെ ലാസ്റ്റ് എങ്ങനെയാണെന്ന് അറിയില്ല, ഇനി വളരുമോ എന്താണ് പിന്നെ പൂവ് വിരിയൊന്നും അറിയില്ല. അത് അടിയിലൊരു വെള്ള കളർ ഇങ്ങനെ കാണുന്നുണ്ട്, അതാവും അതിൻ്റെ പൂവ്. ഒരു ചെറിയ ഡോട്ടാണ് ഇട്ടുള്ളത്. അതിൽ നിറയെ എല്ലായിടത്തും അങ്ങനെ പിന്നെ പൂവുണ്ടാവുന്നുണ്ട്. ആദ്യമായിട്ട് കാണുകയാണ് ഇപ്പോൾ ഞാനത് കേട്ടോ. കണ്ടില്ല, ഒന്നുകൂടി കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ പൂവ് കാണുന്നത്, കണ്ടില്ല. പിന്നെ ഇത് നമ്മൾ അപ്പുറത്ത് കാണിച്ചില്ല, അതിൻ്റെ വേറൊരു കളർ ചേഞ്ചാണ് കേട്ടോ. പിന്നെ ഇവിടെ ഉണ്ട് കേട്ടോ, ഇത് വേണ്ടിയില്ല. ഇതിന് എപ്പോഴും ഒരു കേടാണ് കേട്ടോ. നമ്മളെപ്പോഴും ഇത് മരുന്നടിച്ചിട്ട് കണ്ടില്ല, ഇതിനൊക്കെ ഒരു ഇല ഇങ്ങനെ പുഴുക്കൾ തിന്നത് പോയി. പിന്നെ നമ്മളിപ്പോൾ മരുന്നടിച്ചിട്ട് ഉഷാറാവുന്നുണ്ട്. ഇത് കണ്ടില്ല, ഇതൊരു ചട്ടിയിൽ ഇത് നല്ല ഭംഗിയായി കാരട്ടോ. അതിങ്ങനെ വളർന്നിങ്ങനെ ഒരു ഉണ്ടായിട്ട് നല്ലൊരു പിന്നെ കളറാവും കേട്ടോ. പക്ഷെ ചെടീൻ്റെ ചട്ടി കവറാവില്ല. ഇത് ചെടീൻ്റെ ചട്ടി കവറായിട്ടൊരു പിന്നെ ഇത് കണ്ടില്ലേ, നമ്മൾ ഈ തൂക്ക് ചട്ടിയിൽ എപ്പോഴും പിന്നെ ചെടി ഉണ്ടാക്കുമ്പോൾ അത് ആ ചട്ടി കാണാതെ ചട്ടി കവറാവണം, എന്നാലാണ് അതിൻ്റെ ഒരു ഭംഗി. ഇത് കണ്ടില്ല, ഇതാകുമ്പോൾ നമുക്ക് ആ ചട്ടി കാണണമെന്നില്ലല്ലോ, ചട്ടി കാണാതെ അതിൻ്റെ പിന്നെ ആകുമ്പോഴാണ് ആ തൂക്കെട്ടിൻ്റെ ഭംഗി നമുക്ക് കിട്ടുന്നത്. ഇതൊക്കെ നമ്മളിതിങ്ങനെ തിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ തല മുറിച്ചിട്ട് വീണ്ടും അതിലിങ്ങനെ നട്ടു കൊടുത്തിട്ടുണ്ടെങ്കിൽ വീണ്ടും അതിങ്ങനെ സ്പെൻഡായിട്ട് പിന്നെ നല്ല ഉഷാറായിട്ട് വളരുകയും. അപ്പോൾ നമുക്ക് ആ ചട്ടി കാണാതെ തൂങ്ങിയിട്ടുണ്ടാവും. ഇതൊന്നും ചട്ടി മൂടാത്ത, ഇത് പിന്നെ കുറച്ച് വലുതായി അങ്ങനെ തൂങ്ങിയിട്ട് ഉണ്ടാകണം കേട്ടോ. ഇത് നമ്മൾ ആദ്യം നശിച്ച് പോയിട്ട് പിന്നെ വേറെ ഇതുണ്ടാക്കി. അത് പത്തണി മുല്ലയാണ് ഇത് വരുന്നത്, പക്ഷേ പത്തണിയല്ല കേട്ടോ. ഇതിങ്ങനെ പൂവിടാതെ ഉണ്ടാകണതാണ്. പിന്നെ ഇത് കണ്ടോ, ഇത് നമുക്കൊരു പിന്നെ വെറൈറ്റി കളറാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിന് പിന്നെ മഞ്ഞ കളറാണ് കേട്ടോ. ഇതിന്മേൽ ഒരു കായ ഉണ്ടാവുന്നുണ്ട്. ഈ കായ നമ്മളിത് മൂത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് കുഴിച്ചിട്ടോളാം, ചിലപ്പോൾ വേറെ ഒരു കളർ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഇത് വേറെ പിന്നെ ലക്കി പ്ലാന്റ് ആണ് കേട്ടത്. പിന്നെ ഇതിന്
ഇതിലൊക്കെ കളകൾ വന്നു. ഇതൊക്കെ കള ചെടികളാണ്. ഇത് പിന്നെ ഈ ഭാഗത്ത് ഇത് ബിഗോണിയാണ് കേട്ടോ. ഇതിൻ്റെ പേരറിയില്ല. ഇത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. ഇത് നമ്മൾ ചട്ടിയിൽ പിന്നെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ തൂങ്ങി ഈ ഇല പിന്നെ ഈ ചട്ടി ഫില്ലായി വളരുന്ന ഒരു ചെടിയാണിത്. ചട്ടി കൊണ്ട് ഫില്ലാവുന്നത് നമുക്ക് നല്ല ഭംഗിയുള്ളൊരു പിന്നെ തൂക്കിയാട്ടിക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു ചെടിയാണിത്. ഇത് നമ്മൾ കൊടുന്നിട്ട് കുറേ ഇത് വളരണമില്ല കേട്ടോ. എന്താ അതിൻ്റെ പ്രശ്നം? നമ്മൾ കമ്പ് നട്ട് വേറെ പിടിപ്പിച്ച് നോക്കിയിട്ടുണ്ട്. അതും അങ്ങനെ പിടിച്ചിട്ട് അങ്ങനെ നിൽക്കുകയാണ്. വളർച്ച കുറവുള്ളൊരു ചെടിയാണത്. ഇത് പിന്നെ നമ്മളത് വേണ്ടിയില്ല, ഇതിങ്ങനെ തൂങ്ങി വളരണതാണ്. നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തന്നെ മടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ അതിൽ നിന്ന് വേറെ തൈകൾ ഉണ്ടാകാൻ സാധ്യത ഉണ്ട്. ഇതും ഒരു തൂക്ക് ചട്ടിയിലുള്ളൊരു ചെടിയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ? ഇതൊരു വളർച്ച നമ്മൾ അപ്പുറത്തും വെച്ചിട്ടുണ്ട്. ഇത് വളരണമില്ല. എന്താണ് അതിൻ്റെ പ്രശ്നം എന്നറിയില്ല. ഇതൊരു വളർച്ച കുറവാണ് ആ ചെടി. പിന്നെ ഈ ഭാഗത്തൊക്കെ നമ്മൾ പിന്നെ 10 മണി നട്ടിട്ടുണ്ട് കേട്ടോ. ഈ 10 മണിയൊക്കെ ഒരേ കളറായിരുന്നു. പക്ഷേ ഇതിലിപ്പോൾ വേറൊരു കളർ ഇപ്പോൾ വിരിയുന്നുണ്ട്. ഇവരെല്ലാം പിന്നെ ഒരു കുറഞ്ഞൊരു റോസ് കളറായിരുന്നു. പിന്നെ ഇത് നമ്മൾ കണ്ടില്ല, ഈ വെള്ളപ്പൂ. ഇത് നല്ല ഭംഗിയുള്ളതാണ് കേട്ടോ. ഇത് ഏതായാലും ഈ പിന്നെ തൈ മാറ്റാനായിട്ടുണ്ട്. നമ്മൾ അതിൻ്റെ തൈകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ കണ്ടത് ഇതിലൊക്കെ നിറയെ പൂക്കളാണ്. ഈ ഭാഗത്തൊക്കെ ഇത് റോസ് കളറ്, ഇത് റെഡ് കളറ്. ഇത് ഒരു റോസാണ് കേട്ടോ. റോസ് കളർ ഇത് കണ്ടില്ല, നല്ല ഭംഗിയായിട്ട് ഇത് ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഈ ഭാഗത്ത് ഇതും നല്ല റെഡ് കളറാണ് കേട്ടോ. റെഡ് കളറ് ഇതിന് എപ്പോഴും പൂവുണ്ടാവുക, പെട്ടെന്നാണ് കൊഴിഞ്ഞ് പോവുകയും ചെയ്യും. എനിക്കൊരു ഇഷ്ടമില്ലാത്തൊരു ചെടിയാണ്. പിന്നെ ഇവിടെ കണ്ടില്ലേ, ഈ പോപ്പിൾസൊക്കെ അത് വിത്തായിട്ടുണ്ട് കേട്ടോ. പോപ്പിൾസ് ചെടി. പിന്നെ അത് ചീര, നമ്മളെ ഈ കോഴിച്ചീര അതൊക്കെ കഴിഞ്ഞിട്ടോ. ഇതൊക്കെ വിത്തായി പിന്നെ ഉണങ്ങി. പിന്നെ ഇത് ചെടികൾ ഇവിടുന്ന് പറിച്ച് മാറ്റാനുള്ളൊരു ഇതായിട്ടുണ്ട്. ഇതൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഒരു 1/2 കിലോ വലുപ്പമുണ്ട് കേട്ടോ ഈ ചെടി. ഇതിൻ്റെ പൂവ് ഇതൊക്കെ കണ്ടോ, ഒക്കെ നല്ല കനമുണ്ട്. ഇതിൻ്റെ പിന്നെ വിത്തുകൾ ഇപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ട്, ഇതിൻ്റെ വിത്ത് ഈ സൈഡിലുണ്ടാവും. ഇതിൻ്റെ മുകൾ ഭാഗത്ത് വിത്ത് ഉണ്ടാവില്ല. ഇതിൻ്റെ വിത്ത് ഉണ്ടാവുന്നത് ഇവിടെ കേട്ടോ. ഇത് കണ്ടോ, ഇത് ഫുള്ള് വിത്താണിത്. ഈ ഭാഗത്താണ് ഇതിൻ്റെ വിത്ത് ഉണ്ടാകുക. ഇതൊക്കെ അവിടെ ഇങ്ങനെ ചാടി വീണ്ടും മുളച്ചുണ്ടാകും. നമ്മൾ വിത്ത് ശേഖരിക്കണമെന്നില്ല കേട്ടോ. അത് പിന്നെ അതിൻ്റെ സീസൺ ആകുമ്പോൾ വീണ്ടും മുളക്കും. വീണ്ടും അതുതന്നെ അവിടെ നിന്ന് അങ്ങനെ ഉണ്ടാവലാണ്. നമ്മളിത് വിത്ത് ശേഖരിക്കണില്ല. പിന്നെ നമ്മൾ ചീര കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. അവിടെ നെല്ലുണ്ടാക്കിയിരുന്നു. നെല്ല് ഒന്നും മുളച്ചില്ല. ഇത് ഇനിയിപ്പോൾ ചീര ഏകദേശം ആകുമ്പോൾ നമുക്ക് നെല്ല് വീണ്ടും നല്ല പിന്നെ വിത്ത് കൊടുന്നിട്ട് പിന്നെ ചെയ്യണം കരുതുന്നുണ്ട്. ഇവിടെയൊക്കെ ചീര ഇത് കണ്ടില്ല, ചീര മുളച്ചിട്ടുണ്ട്. ചീര ഉഷാറാവും. ഇവിടെ ഒരു പ്രാവശ്യം ചീര ഉണ്ടാക്കി വിളവെടുത്താണ്. ഇത് കണ്ടോ, ഈ തൂണിലാണ് നമ്മൾ ഈ കളർ ചെയ്തത്. ഇതിൻ്റെ വേറെ കളർ ചേഞ്ച് ഉണ്ട് കേട്ടോ. ഇത് നല്ലൊരു ഭംഗിയാണ്. ഈ തൂണുമ്പോൾ ഇങ്ങനെ കാണാൻ നമുക്ക് കുറച്ച് ദൂരത്ത് നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ അത് നല്ലൊരു ഭംഗിയാണ്. അതേമാതിരി തന്നെ ഇത് കണ്ടില്ല, ഈ പിന്നെ ഇതിന്മേലും ഇതും തൂണുമ്പോൾ അതിൻ്റെ വേറെ കളർ ചേഞ്ചാണിത്. പിന്നെ ഈ ഇലച്ചെടി എല്ലാ വീടുകളും ഉണ്ടാവും കേട്ടോ. പിന്നെ ഇവിടെ അത് കണ്ടില്ലേ, ഇത് നമ്മൾ കട്ട് ചെയ്തിട്ട് പോയി എന്ന് കരുതിയതായിരുന്നു. ഇതിപ്പോൾ ഒരു 6 മാസം ഒക്കെ ആയത് വെട്ടിയിട്ട് ഇപ്പം അങ്ങനെ വീണ്ടും ഇത് ഉണ്ടാകുന്നുണ്ട് കേട്ടോ. നമ്മളതിൻ്റെ ആ സൈഡിലുള്ള പുല്ലൊക്കെ ഒന്ന് മാറ്റി കൊടുത്തൊന്ന് ഉഷാറാക്കി എടുക്കണം. അപ്പോൾ നമ്മളത് വാട്ടർ ലില്ലി വേറെ ഇത് കൊടുന്നിട്ടതാണിത്. പിന്നെ എങ്ങനത്തെ പൂവാണ് ഉണ്ടാവുക, ഇനി പൂവ് ഉണ്ടാവില്ല എന്തോന്നും അറിയില്ല. അതിൻ്റെ ഇതൊന്നും എങ്ങനെയാണെന്നാവും. ഇതിപ്പോൾ ഏതായാലും ഇപ്പോൾ നമ്മൾ പുതിയ തൈയായിട്ട് അതിൻ്റെ ഇത് പൂവൊന്നും നമുക്ക് ഉണ്ടാവുകയൊന്നും അറിയില്ല. പിന്നെ ഇവിടെയൊക്കെ പുല്ല് ഉണ്ട്. ഇവിടെയൊക്കെ പുല്ല് വേറെ മുളച്ചിട്ടുണ്ട് കേട്ടോ. കളകളുണ്ട്. അതൊക്കെ നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ആ ഭാഗത്തൊക്കെ നമ്മൾ കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഇതിൻ്റെ ഈ സൈഡ് റിങ്ങിൻ്റെ സൈഡിൽ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയതാണ് കേട്ടോ. നമ്മൾ കട്ട് ചെയ്ത് മാറ്റുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇനി അതിങ്ങനെ പെട്ടെന്ന് വലുതായിട്ട് ഇങ്ങനെ വരും. ഇവിടെ ഇതിൻ്റെ സൈഡിലൊക്കെ നമ്മൾ പിന്നെ പുല്ല് നട്ടിട്ടുണ്ട് കേട്ടോ. ഈ പുല്ലിൽ ഇതിലുണ്ട് കള. ഈ ഒരു കള ഉണ്ടല്ലോ, കിയാർ നെല്ലിൻ്റെ ഒരു ഡൂബിളിയാണ് കേട്ടത്. നമ്മൾ ഈ മഞ്ഞപ്പിത്തത്തിനൊക്കെ
പിന്നെ കുട്ടികൾക്കൊക്കെ വലിയവർക്കൊക്കെ അരച്ച് കുടിക്കാൻ പറ്റിയൊരു ഇതാണ്. ഇതിൻ്റെ വെള്ളയാണ് ഒറിജിനൽ കേട്ടോ. ഇനിയിപ്പോൾ അത് കിട്ടാത്തവർ ഇത് ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. ആ മഞ്ഞപ്പിത്തത്തിൻ്റെ വൈറസ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് കാലം നിൽക്കും. അപ്പോൾ ഇത് കുടിച്ചിട്ടുണ്ടെങ്കിൽ മോരിൽ കലക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ വൈറസ് പെട്ടെന്ന് പോകും. നമ്മൾ ഈ ഗൾഫിലൊക്കെ പോകാൻ ചില ആൾക്കാർക്കൊന്നും പിന്നെ മെഡിക്കൽ ശരിയാവില്ല ഈ മഞ്ഞപ്പിത്തത്തിൻ്റെ കണ്ടൻറ്റ് നമ്മളെ ഈ വൈറസ് ശരീരത്തിലുണ്ടായിട്ടുണ്ടെങ്കിൽ. അപ്പോൾ അവരൊക്കെ അത് മെഡിക്കൽ പാസ്സാകാൻ വേണ്ടിയിട്ട് ചെയ്യണത് ഈ സാധനം പിന്നെ പാലില്ല മോരില്ല പറയുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മതി. കലക്കി ഒരു നെല്ലിക്ക വലുപ്പത്തിൽ അരച്ചൊരു ഉണ്ടാക്കിയിട്ട് അതിൽ കലക്കിയിട്ട് കുടിക്കട്ടോ. അങ്ങനെ ഒരു 10-15 ദിവസം കുടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ശരീരത്തിലുള്ള മഞ്ഞപ്പിത്തത്തിൻ്റെ വൈറസ് പോകും. മറ്റത് നമ്മൾ വർഷങ്ങളോളം നമ്മളെ ശരീരത്തിൽ അതിങ്ങനെ നിൽക്കുമ്പോൾ നമുക്ക് പനിയൊക്കെ ഉണ്ടാകുമ്പോൾ വീണ്ടും ആ അസുഖം പിന്നെ മഞ്ഞപ്പിത്തം വീണ്ടും വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ ഒരു കിയാർനെല്ലി പറഞ്ഞ സാധനത്തിൻ്റെ ഇതിൻ്റെ പിന്നെ ഇത് കലക്കി കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ അസുഖം മാറ്റിയെടുക്കാം. ഇതിലിവിടെ പുല്ലാണ് നമ്മൾ പിന്നെ നട്ടിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഈ ആലിൻ്റെ അത് നമുക്ക് ഇതൊക്കെ പിന്നെ ഇല കട്ട് ചെയ്യാനായിട്ടുണ്ട്. കണ്ടില്ല, നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല കളറാണ് ഈ ആല്. എപ്പോഴും ഈ ഒരു ഭംഗി നിലനിൽക്കുന്നതിന് അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഇവിടെ ഇങ്ങനെ വന്നിരിക്കാം കേട്ടോ. ഇവിടെ ഈ ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ച് ഇങ്ങനെ വന്നിരിക്കാൻ നല്ലൊരു പിന്നെ നമുക്ക് നല്ലൊരു സന്തോഷമാണ് ഇങ്ങനെ ഈ ചെടീൻ്റെ അടുത്തൊക്കെ ഇങ്ങനെ ഇരിക്കുക. ഇടയ്ക്ക് കുട്ടികളൊക്കെ ഇങ്ങനെ വന്നിരിക്കലുണ്ട് കേട്ടോ. കണ്ടില്ല, ഇവിടെ ഒരു പൂമ്പാറ്റ അത് ഇതിന്മേൽ വന്ന് മുട്ടയിടുകയാണ് അതിൻ്റെ പരിപാടി. എന്നിട്ട് അത് മുട്ടയിട്ട് കാണ്ട് അതിൽ പുഴുക്കളായി ഇതിൻ്റെ ഇലയൊക്കെ തിന്ന് നശിപ്പിക്കുകയാണ് അതിൻ്റെ പരിപാടി. നമ്മളൊരു പൂമ്പാറ്റ നല്ലൊരു കാണാൻ ഭംഗിയുള്ളതാണ്, പക്ഷേ അത് ഭയങ്കര പ്രശ്നമാണ്. നമ്മൾ ഈ ചെടികളൊക്കെ നശിപ്പിക്കണം. ഏകദേശം ഒരു 80% ഇങ്ങനത്തെ പൂമ്പാറ്റകളാണ് കേട്ടോ. ഈ പൂമ്പാറ്റകൾ നമ്മൾ നിയന്ത്രിക്കൽ നമുക്ക് അത്യാവശ്യമാണ്. നമ്മളത് കാണാൻ നല്ല ഭംഗിയാണ് പറഞ്ഞിട്ട് ഇങ്ങനെ ഒന്നും ചെയ്യാതെ മരുന്നൊന്നും അടിക്കാതെ പൂമ്പാറ്റ വന്നോട്ടെ എന്ന് കരുതിയിട്ട് നമ്മളിങ്ങനെ നിൽക്കും. അപ്പോൾ ആ പൂമ്പാറ്റകൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. ഇതിലൂടെയൊക്കെ നമ്മൾ പുല്ല് കട്ട് ചെയ്തതാണ് കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്ത് അതേമാതിരി കളകളും ഉണ്ടാവുള്ളൂ. ഈ കള പറിച്ച് ഞാൻ തോറ്റണം. എപ്പോഴും കളയാണ് ഇതിൽ. അതിങ്ങനെ ആഴ്ചയിൽ ഇങ്ങനെ പറിച്ചു കൊടുക്കണം. മുറ്റത്ത് ഞാൻ കട്ടയാണ് ഇട്ടിട്ടുണ്ട്, ഇൻ്റർലോക്ക്. അത് കുറച്ചധികം സ്ഥലമായി, ഒരു 10 സെൻറ്റിൽ കൂടുതൽ നമ്മൾ പിന്നെ ഈ കട്ട ഇട്ടുന്നു. അന്ന് അതത്ര ഇതായില്ല. അപ്പം ഇന്നിപ്പോൾ ഇങ്ങനെ തോന്നുന്നത് ഒരുപാട് സ്ഥലം വേസ്റ്റായി എന്നിങ്ങനെ തോന്നുന്നുണ്ട്. ഇത് ചുരുക്കിയാലോ എന്നുള്ളൊരു പിന്നെ ഇതിങ്ങനെ ഒരു 1-2 മീറ്ററോളം കണ്ട് എടുത്തിട്ട് നമുക്ക് എന്തെങ്കിലും കൃഷിയോ അല്ലെങ്കിൽ ചെടികളൊക്കെ നടാലോ. ഒരുപാട് സ്ഥലം അങ്ങനെ അവിടെ വേസ്റ്റായിട്ടുണ്ട്. ശരിക്കും ഈ ചെടി നമ്മൾ നിലത്താണ് നടേണ്ടത് കേട്ടോ. നിലത്ത് നട്ടിട്ടുണ്ടെങ്കിൽ നല്ല പെട്ടെന്ന് ഇങ്ങോട്ട് വളർന്ന് നല്ല ഉഷാറാവും കേട്ടോ. ഇത് നമ്മളിവിടെ ചട്ടിയിലാണ് ഇത് നട്ടിട്ടുള്ളത്. ചട്ടിയിൽ ഇത് പിന്നെ കാണാൻ നല്ല ഭംഗിയുണ്ട്, പക്ഷേ നമ്മൾക്ക് കണ്ടത്ര പെട്ടെന്ന് കുറേ തൈകൾ ഇതിൽ നിന്ന് കിട്ടില്ല എന്നുള്ളൂ. എന്നാലും ഇതിൽ തൈകൾ വരുന്നുണ്ട്. പക്ഷെ നിലത്ത് നമ്മളൊന്ന് നട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരുപാട് തൈകളാക്കി എടുക്കാം. ഒന്ന് നിലത്ത് നട്ടാൽ മതി. ബാക്കിയുള്ളതൊക്കെ നമ്മൾ ചട്ടിയിൽ നട്ടിട്ടുണ്ടെങ്കിൽ നമുക്കത് പിന്നെ ചട്ടിയിൽ ഇങ്ങനെ മാറ്റി നടാമല്ലോ. ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു ലൈൻ ഇങ്ങനെ ആക്കിയെടുക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടോ ചട്ടിയിൽ. ഇതൊരു പുതിയൊരു ചെടി, ഇതിൻ്റെ പേരിപ്പോൾ ഒന്നും അറിയില്ല. പിന്നെ ഈ നമ്മളൊരു സൂര്യൻ ഉദിച്ച് വരുന്ന ഒരു അല്ലി, നമ്മൾ ഈ ചീനിക്കൊക്കെ ഉണ്ടാവുമല്ലോ, അതിൻ്റെ ചീനി മരത്തിൻ്റെ ഒക്കെ പൂവിൻ്റെ മാതിരിയാണ് ഇതിൻ്റെ പൂവ്. കാണാൻ നല്ല ഭംഗിയാണ്, നല്ല റോസ് കളറായിട്ട്. ഇത് നിലത്താണ് ശരിക്കും നടേണ്ടത്, വലിയ മരമാവണതാണ്. പക്ഷേ നമ്മൾ ചട്ടിയിലാണ് നട്ടിട്ട് നമുക്കിവിടെ അത്ര വലിയ മരമാക്കി വിടാൻ നമുക്ക് ഇതില്ല. ഇത് കണ്ടില്ല, ഈ ഒരു ബോഗൺവില്ല നല്ല ഒരുപാട് വണ്ണമുള്ളതാണ് കേട്ടോ. നമ്മൾ ചട്ടിക്ക് നിലത്തുനിന്ന് പറിച്ച് നട്ടതാണിത്. എന്നാലിത് പൂവിട്ടിട്ടില്ല, അതിൻ്റെ ഒപ്പമുള്ളതൊക്കെ പൂവിട്ടിട്ടുണ്ട്. ഒരു നീല കളറാണ് കേട്ടോ അതിൻ്റെ പിന്നെ പൂവ് വരുന്നത്.
ഇനി നമ്മൾ കൂടുതലായിട്ട് ഈ വീഡിയോ നീട്ടിക്കൊണ്ടുപോകും. ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നാളെ കാണുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം.